നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ വനിതാ മന്ത്രിയായ വീണ ജോർജിനെ, ആരോഗ്യമന്ത്രിയാണ്, വനിതാ മന്ത്രിയാണ്. വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് KSU പ്രവർത്തകർ അവിടെ വട്ടം കൂടി നിന്ന് ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ഒടുവിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വീണ ജോർജിനെ മാറ്റുകയും തുടർന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ഉൾപ്പെടെ ഇറക്കിയപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട്, അതുപോലെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴും ICUവിലാണ് വീണ ജോർജ് ഉള്ളത് എന്ന് നമുക്കറിയാം. എന്തിനായിരുന്നു സമരം? ആർക്കു വേണ്ടിയിട്ടായിരുന്നു സമരം? ഇവിടെ സമരം നടത്തിയത് ഇവിടുത്തെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൽ പൂർണ്ണ ഉത്തരവാദി വീണ ജോർജ് എന്ന് പറയുന്ന ഒരേ ഒരു മന്ത്രിയാണ് എന്നുള്ളതാണ് KSU ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ആണോ? അല്ല. എന്താണെന്ന് വെച്ചാൽ 2016 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ് നാശം കോശയായി കിടക്കുകയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. VS ശിവകുമാർ എന്ന് പറയുന്ന അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി സ്വന്തം വകുപ്പ് ദുർവിനിയോഗം ചെയ്തുകൊണ്ട് തൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ തനിക്ക് കൂടി ഓണർഷിപ്പുള്ള ഒരു ആശുപത്രിയിലേക്ക് മരുന്നുകൾ നിരന്തരമായി എത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ള വാർത്തകൾ അടക്കം അന്ന് പുറത്തു വന്നതാണ്. അന്ന് VS ശിവകുമാർ ലക്ഷ്യം വെച്ചിരുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള പൊതുജനാരോഗ്യ രംഗത്തെ തകർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ് നാമാവശേഷമായി കിടക്കുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് വളരെ വിശദമായ ഒരു ഫോട്ടോ അന്നത്തെ ഒരു മാതൃഭൂമി പത്രത്തിൽ അച്ചടിച്ചു വന്നിരുന്നു. കണ്ണേ മടങ്ങുക എന്ന ക്യാപ്ഷനായിരുന്നു അതിന് കൊടുത്തിരുന്നത്. ആ ആശുപത്രിയുടെ 9ാം വാർഡിൻ്റെ ആ ദീനമായ അവസ്ഥ പുറത്തേക്ക് വന്നതിനെ തുടർന്ന് തിരുവനന്തപുരത്തുള്ള ഒരാൾ നിരന്തരം അവിടേക്ക് ആഹാരം എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. അദ്ദേഹം ഇപ്പോഴും അത് തുടർന്നു വരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അവിടെ ആരോഗ്യരംഗം വെന്റിലേറ്ററിൽ പോലും ആയിരുന്നില്ല, പകരം മോർച്ചറിയിൽ വിറങ്ങലിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം. അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യരംഗം മാറിയിരിക്കുന്നത്. അതിൽ കഴിഞ്ഞു പോയ അല്ലെങ്കിൽ 2 മന്ത്രിമാർക്ക് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കൊടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ശൈലജ ടീച്ചർക്കും വീണ ജോർജിനും അർഹതപ്പെട്ടത് തന്നെയാണ്. നമ്മൾ ഇതിനു മുൻപ് നമുക്കറിയാം, 2020 കൂടി നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തെ മുഴുവൻ പിടിച്ചുലച്ച ഒന്നായിരുന്നു കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ മഹാമാരി. ആ മഹാമാരിയുടെ മുമ്പിൽ പോലും നമ്മൾ തളരാതെ പിടിച്ചു നിന്ന് ഇവിടം വരെ ഇപ്പോഴെത്തി നിൽക്കുന്നു. നമ്മളെല്ലാവരും ജീവനോടുകൂടി നിൽക്കുന്നു. ഇതിന് കാരണം നമ്മുടെ അന്നത്തെ ആരോഗ്യ മേഖല തന്നെയായിരുന്നു എന്നേ. അന്ന് അതിന് 2016 വരെ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ മാത്രമായിരുന്നു നമ്മുടെ കേരളത്തിൽ ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്തെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അതിനെ അതിജീവിക്കില്ലായിരുന്നു എന്നുള്ള കാര്യം തീർച്ച. അല്ലെങ്കിൽ ശൈലജ ടീച്ചറിന് പകരം VS ശിവകുമാർ തന്നെയായിരുന്നു നമ്മളുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയെങ്കിലും പിണറായി വിജയന് പകരമായി അന്ന് മുഖ്യമന്ത്രി ആയിരിക്കേണ്ടിയിരുന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിലും നമ്മൾ ആരും ഇന്ന് ഈ പറയാൻ ആരോഗ്യത്തോടു കൂടി ഉണ്ടാകുമായിരുന്നില്ലെന്നേ. വീണ ജോർജിന് മുന്നിലേക്ക് കരിങ്കുടിയുമായി ചാടിയിറങ്ങാൻ ഇന്ന് KSUക്കാർ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് അതിനുപോലുമുള്ള ഒരു പ്രവർത്തകർ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ലെന്നേ. ഇതൊക്കെയായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം. അവിടെ നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗം എത്രത്തോളം മുൻപന്തിയിലാണ് നിൽക്കുന്നത്. നീതി ആയോഗിൻ്റെ കണക്കുകൾ പ്രകാരം നമ്മൾ അവിടെയും നമ്പർ 1 ആയി നിൽക്കുകയാണ്. ഇനിയും എന്തിനാണ് വീണ ജോർജിനെ ക്രൂശിക്കുന്നത്? വീണ ജോർജിനോടുള്ള ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ വൈരാഗ്യം ആരംഭിക്കുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. വീണ ജോർജിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാധ്യമങ്ങളടക്കം ഇവിടെ കഥകൾ മെനഞ്ഞു. വീണ ജോർജ് കൈക്കൂലി കൈപ്പറ്റി, വീണ ജോർജിൻ്റെ ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു PA വന്നതിന് ശേഷം അവിടെ നിന്ന് പണം തിരുവനന്തപുരത്ത് അനക്സിന് മുന്നിൽ വെച്ച് കൈമാറി എന്ന് വരെ പറഞ്ഞു. എന്നിട്ട് ആ പണം കൊണ്ടുപോയി വീണ ജോർജിന് കൊടുത്തു ഒരു നിയമനത്തിന് വേണ്ടിയിട്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഒരു മാഷ് രംഗത്തേക്ക് വന്നു. മാധ്യമപ്രവർത്തകർ അടക്കം അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി. നിരന്തരം ബൈറ്റുകൾ വരുന്നു. വീണ ജോർജിനെ കുറ്റക്കാരിയാക്കി. വീണ ജോർജ് കൈക്കൂലി മേടിച്ചു എന്ന് വരെ പറഞ്ഞു. എന്നിട്ട് ഒടുവിൽ എന്തായി? അത് വെറും സൃഷ്ടിച്ചെടുത്ത ഒരു കഥ മാത്രമായിരുന്നു എന്ന് പിന്നീട് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഏതൊരു ഘട്ടത്തിലും വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എടുത്ത് താറുടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2021 നടന്ന ഒരു കൈപ്പിഴ, ഒരു ആശുപത്രിയിലെ കൈപ്പിഴ എന്നല്ല പറയേണ്ടത്, നിരുത്തരവാദിത്തപരമായ സമീപനം. ഒരു രോഗിയുടെ വയറിനുള്ളിലേക്ക് ഒരു കത്രിക അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഒരു ഫോഴ്സപ്സ് വെച്ചിട്ട് തുന്നിച്ചേർത്ത് വിട്ടു. 2021 നടന്ന സംഭവം. 2021 അന്ന് വീണ ജോർജ് മന്ത്രിയേ അല്ല. നമ്മൾ മനസ്സിലാക്കണം, വീണ ജോർജ് മന്ത്രിയായി ചാർജ് ഏറ്റെടുത്തിട്ടില്ല ആ സമയത്ത്. 2021 മെയ് മാസം 12-ാം തീയതി
അങ്ങനെ വീണ ജോർജിൻ്റെ പേരിൽ കുറ്റം ആരോപിച്ചുകൊണ്ട് വീണ ജോർജ് രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യം. ശരി, വീണ ജോർജ് രാജിവെക്കാം, പകരം നിങ്ങൾ പിന്നെ വി.ഡി. സതീശനെ ആരോഗ്യവകുപ്പ് മന്ത്രിയാക്കി അവരോധിക്കുമോ? ഇനി അതല്ല രമേശ് ചെന്നിത്തലയോ കെ.സി. വേണുഗോപാലിനെയോ, ഇനി അതും പോട്ടെ, പിന്നെ ആരോഗ്യവും എന്താ പറയുക സാമൂഹ്യക്ഷേമവും ഒക്കെ അല്ലേ, അപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിനെ രാഹുൽ മാങ്കൂട്ടത്തിലെ മന്ത്രിയായി നിങ്ങൾ അംഗീകരിക്കുമോ? അപ്പോൾ ഇവരെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഉള്ള കേരളത്തിൻ്റെ ഒരു അവസ്ഥ എത്ര ദുർബലമായിരിക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ ഭയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വീണ ജോർജ് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് എടുക്കാൻ പറ്റുന്ന എല്ലാ നിയമ നടപടികളും അതോടൊപ്പം തന്നെ ഈ വകുപ്പ് തല നടപടികളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ സ്ത്രീക്ക് നൽകാവുന്ന തുക ഒരു സമാശ്വാസം എന്നുള്ള നിലയിൽ 2 ലക്ഷം രൂപ നൽകാൻ മന്ത്രിസഭ തീരുമാനിക്കുകയും അവരുടെ സർജറി ഒരു സ്വകാര്യ ആശുപത്രിയിൽ അമൃത ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനി എന്താണ് വീണ ജോർജ് ചെയ്യേണ്ടത്? നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വീണ ജോർജ് ആയിരുന്നില്ല അന്ന് സർജറി നടത്തിയ ഡോക്ടർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നില്ല സർജറി നടത്തിയ ഡോക്ടർ. അതല്ല എന്നുണ്ടെങ്കിൽ ശൈല ടീച്ചർ ആയിരുന്നില്ല സർജറി നടത്തിയിരുന്നത്. അപ്പം സർജറി നടത്തിയെന്ന് പറയുന്ന ഡോക്ടർ ലളിതാംബികയ്ക്കും ഷാഹിദയ്ക്കുമെതിരായി കേസുകൾ എടുക്കുകയും FIR ഇട്ട് പോലീസ് അന്വേഷണം തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഇതിൽ അപ്പുറത്തേക്ക് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് വീണ ജോർജ് എന്താണ് ചെയ്യേണ്ടത്? ഇനി മറ്റൊരു കാര്യം കൂടി, അപ്പം അങ്ങനെ ഒരു പിന്നെ ഉത്തരവാദിത്തമില്ലായ്മ വീണ ജോർജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള വാസ്തവം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് വീണ ജോർജ് കണ്ണൂരിൽ ഒരു പൊതുപരിപാടിക്ക് എത്തുന്ന സമയത്ത് അവർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടത്? ആക്രമിക്കുന്ന വിഷ്വലുകളൊന്നും പുറത്തേക്ക് വന്നില്ല. അവിടെ ഒരു വനിതാ, ഒരു KSUവിൻ്റെ ഒരു വനിതാ പ്രവർത്തകയോ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വനിതാ പ്രവർത്തകയോ പോലും ഇല്ലാതെ ഒരു വനിതയായ മന്ത്രി അവിടെ തീർത്തും ഔദ്യോഗികമായ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുമ്പോൾ ആക്രമിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? അത്രയ്ക്ക് അസഹിഷ്ണുത പൂണ്ടു നിൽക്കുന്നവരാണോ ഇവിടുത്തെ KSUക്കാർ എന്ന് നമ്മൾ ആലോചിക്കണം. KSU എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ മാനസികാവസ്ഥ അതാണെന്നേ. പ്രതിപക്ഷം എന്തും ചെയ്തിട്ടും ഈ കേരളത്തിൽ എന്ത് അക്രമം അഴിച്ചു വിട്ടുകൊണ്ടും കേരളത്തിനെ എങ്ങനെയെങ്കിലും ഞങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കും എന്ന് പറയുന്ന ഒരു വാശിയോടുകൂടി പെരുമാറുകയാണ്. അതായത് ഇതുവരെയുള്ള പ്രക്ഷോഭങ്ങളല്ല ഇനി കേരളം കാണാൻ കിടക്കുന്നത്. മന്ത്രിമാരെ കയ്യേറ്റം ചെയ്യാൻ വരെ പോലും മടിയില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിപക്ഷ നീക്കമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതുവരെ ഇറക്കിക്കൊണ്ടിരുന്ന നുണക്യാപ്സ്യൂളുകളെല്ലാം തകർന്ന് തരിപ്പണമായി പോയി. വി.ഡി. സതീശൻ പൊതുയുഗയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നുണയുഗയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ഈ നുണയുഗയാത്രയിൽ പറയുന്ന നുണകളൊന്നും തന്നെ കേരള സമൂഹം മൊത്തത്തിൽ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം സതീശന് ബോധ്യപ്പെട്ടു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെയുമല്ല, ഇവിടെ 50 കോടിയും 100 കോടിയും കൊടുത്ത് കനകോലുവിനെ പോലെ ഒരാളെ, ഒരു തന്ത്രജ്ഞനെ ഇവിടെ കൊണ്ടുവന്നിരുത്തി സാമൂഹ്യ മാധ്യമങ്ങളെ അടക്കം അല്ലെങ്കിൽ പൊതുമാധ്യമങ്ങളെ അടക്കം കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് വിലക്കെടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന കനകോലു പറയുന്ന രീതിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സൈബർ വിങ് ഉണ്ട്. ആ സൈബർ വിങ് വി.ഡി. സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ കനകോലു എഴുതി കൊടുക്കുന്ന നുണകളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമുക്ക് ുള്ളത്. അപ്പം നുണകളെല്ലാം ഒരു വശത്ത് തകർന്നടിയുന്നു. ഇവിടെ മന്ത്രിമാർക്കെതിരായി ഒരു അഴിമതി ആരോപണം പോലും ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പോലും, അതാണ് ഞാൻ പറഞ്ഞത്, പോലും എന്ന് പറഞ്ഞൊരു കാര്യം അതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഈ പറയുന്ന സർക്കാരിൻ്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിൽ പോലും ഒരു അഴിമതി ആരോപണം പോലും ഒരു മന്ത്രിക്കെതിരെ പോലും ഉയർത്താൻ കഴിയാത്ത പ്രതിപക്ഷം സത്യത്തിൽ നാണം കെട്ട് നാറിയിരിക്കുകയാണ്. അഴിമതി കഥകളൊന്നും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അടിസ്ഥാനരഹിതമായി തെളിവുകളില്ലാതെ അതെല്ലാം അവസാനിച്ചു പോവുകയും ചെയ്യുന്നു. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ വിറളി പിടിക്കലിന് കാരണമായി തീരുന്നത്. നുണകളേശുന്നില്ല, അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല, ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് അതിനെ നിയമപരമായി നേരിടാനുള്ള കഴിവില്ലായ്മ, ഈ ഒരു അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാൻ കഴിയാത്ത ദുരവസ്ഥ. ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാരെ അടക്കം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതിനെ അസന്നിഗ്ധമായി ഖണ്ഡിച്ച് ദൂരെ കളയുകയാണ്. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അപ്പോൾ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതായത് അടിയന്തര പ്രമേയങ്ങൾ ഓരോന്നും പ്രതിപക്ഷത്തിൻ്റെ അടിയന്തരമായി മാറുന്ന കാഴ്ചയും കഴിഞ്ഞ സഭാ സമ്മേളനങ്ങൾ ഒന്നടങ്കം നമ്മൾ കാണുകയും ചെയ്തു. ഇതോടുകൂടി UDFന് ഇനി അധികാരം കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നമായിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും ചാടിക്കടക്കാൻ കഴിയാത്ത ഒരു വൈതരണിയായോ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ഒരു രീതി അവർ അവലംബിക്കാനായിട്ട് പദ്ധതിയിടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രിമാർക്കെതിരായി ഈ രീതിയിലുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾ നടത്തുക, നേരിട്ട് അക്രമോത്സുകമായ രീതിയിൽ പ്രതിഷേധം നടത്തുക എന്നുള്ളതാണ്.
ഇവിടെ മാധ്യമങ്ങൾ കാണിച്ചു വരുന്ന ഒരു പ്രതിഷേധം അക്രമാസക്തമായി എന്നുള്ളതിന് എന്താണ് അവർ ഉപയോഗിക്കുന്നത്? മാധ്യമങ്ങൾ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ് പറയുന്നത്. അതേസമയം ഡിവൈഎഫ്ഐക്കാർ നടത്തിയതിന് ഡിവൈഎഫ്ഐക്കാർ മന്ത്രിയെ ആക്രമിച്ചു എന്നാവും വാർത്തയുണ്ടാവുക. അതേസമയം ഇവിടെ KSUക്കാരുടെ പ്രതിഷേധത്തിനിടയിൽ മന്ത്രി വീണ ജോർജിന് പരിക്ക് പറ്റി എന്നുള്ള തരത്തിലേക്ക് മാധ്യമ വാർത്തകളിൽ പോലും ഒരുതരം ഇരട്ടത്താപ്പ് പ്രയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ രീതിയിൽ മന്ത്രിമാർക്കെതിരായി അക്രമോത്സുകമായ സമരങ്ങൾ സംഘടിപ്പിക്കുക എന്ന മറ്റൊരു പുതിയൊരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു രീതിയിലേക്ക് ഇവർ കടന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ ഈ ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും ഏശാത്തത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. അഴിമതി ആരോപണങ്ങളില്ല, അഴിമതി ഇല്ല ഒന്ന്, പിന്നെ അതോടൊപ്പം തന്നെ ആരോപണങ്ങൾ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള അതങ്ങോട്ട് ഏശിയിട്ടേ ഇല്ല. അപ്പോൾ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഒരു വശത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണിപ്പോൾ. കാര്യം സ്വർണ്ണക്കൊള്ള ഒരു കാരണവശാൽ ഏൽക്കുന്നില്ല, പഴയതുപോലെ ഒരു ജനങ്ങൾ അതങ്ങോട്ട് ഏറ്റുപിടിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പോഴൊക്കെ വീണ് കിട്ടിയ ഒരു പുതിയ ഒന്നാണ് ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്ന കുറ്റകരമായ ഈ ഒരു അനാസ്ഥ. അപ്പോൾ ഈ ഒരു അനാസ്ഥ ഇനി വിഷയം അങ്ങോട്ട് ഊതിപ്പെരിപ്പിക്കാനും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അക്രമ സമരങ്ങൾ അഴിച്ചുവിടാനും യൂത്ത് കോൺഗ്രസിൻ്റെ പന്തംകുളുത്തി പടയടക്കം നടത്തിക്കൊണ്ടു പോകാനും വേണ്ടിയിട്ടുള്ള ഒരു രീതി ഇപ്പോൾ ഇനി അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ പദ്ധതി ഇടുന്നത്. ഇതിനെ സത്യത്തിൽ ജനം പുച്ഛിച്ച് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി തന്നെ തള്ളിക്കളയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.